എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കേരളത്തിൽ ഈ അടുത്ത നാളുകളിലായി ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ്. MDMA, കഞ്ചാവ്, അതുപോലെ മറ്റ് ലഹരി ഉൽപ്പന്നങ്ങൾ. ഈ അടുത്ത നാളുകളിലെ റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആക്രമണ സ്വഭാവമുള്ള ഒരു പ്രത്യേക മതവിഭാഗക്കാരിലാണ് ഇത്തരം കൂടുതലായി കാണുന്നത്. പിടിക്കപ്പെടുന്ന MDMAയുടെയും കഞ്ചാവിൻ്റെയും കേസുകൾ പരിശോധിച്ചാൽ ഈ ആക്രമണ സ്വഭാവമുള്ള ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഏതാണ്ട് 80%-ലധികവും. ഇത് കേരളത്തെ അതിഗുരുതരമായി ബാധിക്കുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് കർണാടകത്തിൽ നിന്നും അതുപോലെ ആന്ധ്രാപ്രദേശിൽ നിന്നുമൊക്കെ ഈ കഞ്ചാവ് അതുപോലെ MDMA കൊണ്ടുവന്ന് ചെറിയ ചെറിയ പാക്കറ്റിലാക്കി ഇത് വിൽക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടി. അപ്പോൾ ഇവരൊക്കെ ഇതിൻ്റെ ചെറിയ കണ്ണികൾ മാത്രമാണ്. ഇതിൻ്റെ വമ്പന്മാർ ഇപ്പോഴും പിടിയിലാകാതെ ഇപ്പോഴും ഇരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവമാണ് കോഴിക്കോടിൽ 2 പേരെ ഈ MDMAയും കഞ്ചാവുമായി പിടിച്ചു. ആ വാർത്ത ഇങ്ങനെയാണ്: സോഷ്യൽ മീഡിയയിൽ യുവാക്കളെ ആകർഷിച്ചിരുന്ന ഒരു ഇൻഫ്ലുവൻസറാണ് ഫാത്തിമ നസ്രീൻ. ഇവർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരുന്നു. ഇവരുടെ ചാനൽ എടുത്ത് നോക്കി അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലെങ്കിലും ഇവർ പല രീതിയിലുള്ള പരിപാടികളൊക്കെ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഈ ഫാത്തിമയുടെയും ജോലി, ഫാത്തിമ നസ്രീൻ, ഇവരുടെ പ്രധാന ജോലി യുവാക്കളുടെയും യുവതികളുടെയും ഇടയിൽ MDMAയും കഞ്ചാവും കച്ചവടം നടത്തുക എന്നുള്ളതായിരുന്നു. ആലോചിക്കുക. അതുമാത്രമല്ല, പന്തീരങ്കാവ് ടോൾ പ്ലാസയിൽ നടത്തിയ പരിശോധനയിൽ ഫാത്തിമയുടെ സുഹൃത്തായ കൊണ്ടോട്ടി സ്വദേശി ഷെരീഫും പിടിയിലായിട്ടുണ്ട്. അപ്പോൾ ഒരു കാമുകനും ഒരു കാമുകിയും വ്യഭിചാരം ഞങ്ങൾക്ക് ഹറാമാണ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവർ. പക്ഷേ ഏറ്റവും അധികം ഈ MDMAയും കഞ്ചാവ് കേസിലും ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒന്നിച്ച് പിടിക്കുന്നത് ഈ ആക്രമണ സ്വഭാവമുള്ള ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ്. ഇപ്പോൾ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്ന മറ്റൊന്നും. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ ആളുകൾ കേരളത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഒളിഞ്ഞും തെളിഞ്ഞും ഇരിപ്പുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ? ഈ ഫോട്ടോയിൽ നോക്കിക്കേ. ഇവരുടെ പരിപാടി ഈ യുവാക്കളുടെ ഇടയിൽ ഈ ലഹരി മരുന്ന് വിൽക്കുക എന്നുള്ളതാണ്. അത് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ്. ഈ കാറിൽ നിന്ന് കണ്ടെത്തിയത് 3.2 കിലോ MDMA ആണ്. അതിന് ഏകദേശം 96 ലക്ഷം രൂപ വില വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഞ്ചാവും. ഇപ്പോൾ നോക്കിക്കേ, ഇവരുടെ ഫോട്ടോ കാണുമ്പോൾ എത്ര പഞ്ചപാവങ്ങളാണ്. പക്ഷേ ഇവരുടെ പരിപാടി കേരളത്തെ ലഹരിയിൽ മുക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി. അപ്പോൾ ഇതിൻ്റെ താഴേക്ക് നമ്മൾ കമൻറ്റുകളൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ രസകരമായ കമൻറ്റുകളാണ്. പാകിസ്ഥാനിലെ കള്ളനോട്ട് വരാതായപ്പോൾ ജിഹാദികളെല്ലാം ഇപ്പോൾ മയക്കുമരുന്ന്, പെൺവാണിഭം, സ്വർണ്ണക്കടത്ത് മേഖലയിലേക്ക് കൂട്ടത്തോടെ ഇറങ്ങിയിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചില ആളുകളെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അതുമാത്രമല്ല, 11 വർഷം ഭരിച്ച ഇടതുപക്ഷ ഗവൺമെൻറ് ഈ ലഹരി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതും കച്ചവടം ചെയ്യുന്നതും തടയാൻ പല പരിശ്രമങ്ങളും നടത്തിയിട്ടും അത് വിജയിച്ചില്ല എന്നുള്ളതാണ് ഒരു കമൻറ്റിൽ ഒരാൾ എഴുതിയിരിക്കുന്നത്. അടുത്തത് സോമൻ നായർ എഴുതിയിരിക്കുകയാണ്: 100ൽ 90 സുഡാപ്പികളാണ്. അതായത് പെൺവാണിഭ കേസ് 100 എണ്ണം പിടിച്ചാൽ
ലഹരി ഉൽപ്പന്നങ്ങൾ 100 കേസ് പിടിച്ചാൽ, കള്ളക്കടത്ത് മോഷണം 100 കേസ് പിടിച്ചാൽ അതിൽ 100 പേരിൽ 90 പേരും സുഡാപ്പികളാണെന്നാണ് സോമൻ നായർ പറയുന്നത്. ഇത് ഞമ്മൻ്റെ മതത്തിൻ്റെ ഗുണമാണ് എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അടുത്തത്, ഇവരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ ഉള്ളിലാക്കുക, ഒരിക്കലും പുറത്തു വരരുത്. അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം ഈ സുഡാപ്പികളെ കൊണ്ട് ജയിൽ മുഴുവൻ നിറയും. ഇത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഇടതുപക്ഷ ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്, ജയിലിൽ കിടക്കുന്നവർക്ക് വയറ് നിറച്ച് ശാപ്പാടും പിന്നെ ഏതാണ്ട് 500-ലധികം രൂപ ഒരു ദിവസവും. അപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവർക്ക് വീണ്ടും ഈ MDMAയും കഞ്ചാവും കടത്താനുള്ള പൈസ ഈ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ സർക്കാരിൻ്റെ വകയായിട്ട് കിട്ടും. ഒരു ദിവസം കിടന്ന 500 രൂപ, ഒരു ധാരം റൗണ്ടപ്പ് പറഞ്ഞാൽ 500 രൂപ, 10 ദിവസം കിടന്നാൽ 5000 രൂപയായി. അപ്പോൾ 100 ദിവസം കിടന്ന 50,000 രൂപ. അപ്പോൾ ഒരു 100 ദിവസം ജയിലിൽ കിടക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവൻ ഏതാണ്ട് 1 വർഷം കിടക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് 1.5 ലക്ഷം രൂപ കിട്ടും. അങ്ങനെ ഒരു 2-3 വർഷം കിടന്നു കഴിയുമ്പോഴത്തേക്കും അവൻ അടുത്ത കഞ്ചാവ് കൃഷിക്കും അല്ലെങ്കിൽ MDMA കടത്താനുള്ള പൈസ അവന് കിട്ടും. ഇതാണ് സർക്കാരിൻ്റെ പുതിയ വികസന നയം. കള്ളന്മാരെയും കൊള്ളക്കാരെയും, അതിൽ കൂടുതലും ജിഹാദികളായതുകൊണ്ടും സുഡാപ്പികളായതുകൊണ്ടും അവർക്ക് മാസം മാസം മൂക്കുമുട്ട ശാപ്പാടും, ഡെയിലി മൂക്കുമുട്ട ശാപ്പാടും, ആട്ടിറച്ചിയും കോഴിയിറച്ചിയും മീനും, അതോടൊപ്പം തന്നെ എന്താണ് കൈ നിറയെ കാശും. അപ്പം ഈ സുഡാപ്പികളായിട്ടുള്ള ഈ ഇൻഫ്ലുവൻസർമാർ, യൂട്യൂബ് ഫേസ്ബുക്കൊക്കെ ഉള്ളവന്മാർ, നല്ലൊരു ശതമാനം ആളുകളും ഈ പാകിസ്ഥാനിൽ നിന്ന് കള്ളനോട്ട് വരവ് നിന്നോടുകൂടി, ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും കള്ളനോട്ട് വരവ് നിന്നോടുകൂടി ഇപ്പോൾ ഏറ്റവും നല്ല ഒരു പരിപാടിയായിട്ട് ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തായാലും ഇവരെ കൊണ്ട് ഈ നാട് മുടിഞ്ഞു, യാതൊരു സംശയമില്ല. പലരുടെയും കമൻറ്റുകളാണ്. ഇവരുടെ ഈ ഭരണം ഈ കേരളത്തിലെങ്ങാനും വന്നാൽ ഇവിടെ റോട്ടിൽ ഇരുന്നു കൊണ്ട് കപ്പലണ്ടി മുട്ടായി വിൽക്കുന്ന പോലെ കഞ്ചാവ് വേണോ, കഞ്ചാവ് വേണോ, MDM വേണോ, MDMA വേണോ, ഹാഷിഷ് ഓയിൽ വേണോ, കഞ്ചാവ് ഓയിൽ വേണോ എന്ന്, ബ്രൗൺ ഷുഗർ വേണോ എന്നിങ്ങനെ വിളിച്ചു പോകും. 10 രൂപയ്ക്ക് 2 5 രൂപയ്ക്ക് 2 എന്ന് നമ്മൾ വിളിച്ചു പറയുന്ന പോലെ ഈ ജിഹാദികളുടെ ഭരണം ഇവിടെ വന്നാൽ ഇതായിരിക്കും ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. എന്തായാലും വളരെ ഒരു നാണം കെട്ട പരിപാടിയാണ് ഈ ആക്രമണ സ്വഭാവമുള്ള ഈ പ്രത്യേക മതവിഭാഗക്കാർ. ഈ കള്ളും കഞ്ചാവും ലഹരിയും മദ്യവും പെണ്ണുപിടിയും പെൺമാണിഭവും തട്ടിക്കൊണ്ടുപോകും, ബലാത്സംഗവും പിടിച്ചുപറിയും മോഷണത്തിൽ ഇവർ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എന്തായാലും ഈ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഈ ദാടിയൊക്കെ വെച്ച് നിൽക്കുന്ന ഇവനെയൊക്കെ ഉണ്ടോ, ഈ പെണ്ണിനെയൊക്കെ ഒന്ന് നോക്കിക്കേ, ഇവളുടെയൊക്കെ മുഖം കണ്ടോ, ഇവളൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. എന്തായാലും നാട്ടുകാർ പ്രതികരിക്കുക, ഗവൺമെൻറ്റിനെ കൊണ്ട് ഇതിന് വലിയ കഴിവൊന്നുമില്ല, നാട്ടുകാരെ പ്രതിഷേധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, ഇങ്ങനെയുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് ഇവനെയൊക്കെ നാറ്റിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. അതുമാത്രമല്ല, ഈ ഇതുപോലുള്ള ചെറിയ കണ്ണികൾ പിടിക്കപ്പെടുമ്പോൾ ഇതിൻ്റെ മുകളിലിരുന്ന് ഇതിൻ്റെ നേതാക്കന്മാർ, ഹോൾസെയിലുമാർ, ഡീലർമാർ, ഇതിൻ്റെ ഉൽപ്പാദകരെയൊക്കെ പിടിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാകുള്ളൂ. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഉത്തർപ്രദേശിലെ പോലെ യോഗി ആദിത്യനാഥിനെ പോലുള്ള ആളുകൾ ഓൺ ദ സ്പോട്ടിൽ ഇവനെയൊക്കെ വെടിവെച്ച് കൊല്ലുവാണെങ്കിൽ കുറേയൊക്കെ ഈ നാട് നന്നാകും എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.